ശാന്തി. പ്രഭാതമുരളി 21/7/21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് കുട്ടികളായ നിങ്ങളുടെ സഞ്ചി നിറയ്ക്കുവാൻ വന്നിരിക്കുന്നു. ഈ ഓരോരോ ജ്ഞാനരത്നവും ലക്ഷങ്ങളുടെ മൂല്യം ഉള്ളവയാണ്. ചോദ്യം: ഗുപ്തദാനത്തിന് ഇത്രയും അധികം മഹത്വമുള്ളത് എന്തുകൊണ്ടാണ്? ഉത്തരം: കാരണം ബാബ നിങ്ങൾക്ക് ഇപ്പോൾ ഗുപ്തമായി ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യുന്നു. ഇത് ലോകം അറിയുന്നില്ല. പിന്നെ കുട്ടികളായ നിങ്ങൾ ഈ ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ വിശ്വത്തിൻ്റെ രാജപദം നേടുന്നു. ഇതും ഗുപ്തമാണ്. യുദ്ധമില്ല, വെടിക്കോപ്പുകളില്ല, ചിലവുമില്ല. ഗുപ്തമായ രീതിയിൽ ബാബ നിങ്ങൾക്ക് രാജപദവി ദാനമായി നൽകി. അതിനാൽ ഗുപ്തദാനത്തിന് വളരെയധികം മഹത്വമുണ്ട്. ഡബിൾ ഓം ശാന്തി. ഒന്ന് ശിവബാബ പറയുന്നു, ഇനിയൊന്ന് ബ്രഹ്മദാദ പറയുന്നു. രണ്ടുപേരുടെയും സ്വധർമ്മം ശാന്തിയാണ്. രണ്ടുപേരും ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. കുട്ടികളായ നിങ്ങളും ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. നിരാകാര ദേശത്ത് വസിക്കുന്നവൻ സാകാര ദേശത്തിൽ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. കാരണം ഇത് ഡ്രാമയാണല്ലോ. കുട്ടികൾക്ക് ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്നു, തുടക്കം മുതൽ ഒടുക്കം വരെ. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. ആ ഒന്നിൻ്റെ കൂടെ കുട്ടികളുണ്ട്. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കൂ. നിങ്ങളിലല്ലാതെ ഈ ജ്ഞാനം മറ്റാരിലുമില്ല. നിങ്ങൾ ഈശ്വരീയ സ്കൂളിൽ പഠിക്കുകയാണ്. ഭഗവാൻ വാച്ച: ഭഗവാൻ ഒന്നേ ഉള്ളൂ. 10ഓ 20ഓ ഭഗവാൻ ഒന്നുമില്ല. ഏതെല്ലാം ധർമ്മത്തിലുള്ളവർ ഉണ്ടോ, അതിലെ ഏതെല്ലാം ആത്മാക്കളുണ്ടോ, സർവരുടെയും ഒരേ ഒരു പിതാവാണ്. പിന്നെ ബാബ സൃഷ്ടി രചിക്കുമ്പോൾ പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറയുന്നു. ശിവനെ പ്രജാപിത എന്ന് പറയില്ല. പ്രജയാണെങ്കിൽ ജനന മരണത്തിൽ വരുന്നു. ആത്മാവ് സംസ്കാരത്തിൻ്റെ ആധാരത്തിലാണ് ജനന മരണത്തിൽ വരുന്നത്. പിന്നെ വേണ്ടത് പ്രജാപിത ബ്രഹ്മാവാണ്. പരംപിത പരമാത്മാവ് പ്രജാപിത ബ്രഹ്മാവിലൂടെ രചന രചിക്കുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ആ ഒന്നിനെ വിളിക്കുന്നത് തന്നെ പതീത പാവന വരൂ എന്നാണ്. എപ്പോൾ ലോകം പതീതമാകുന്നു, അതിൻ്റെ അന്തിമമാകുന്നു, അപ്പോൾ തന്നെയാണ് ബാബ വരുന്നത് പതീതത്തിൽ നിന്നും പാവനമാക്കുവാൻ. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, ബാബ വരുന്നതും ഒരു തവണയാണ്, മറ്റൊരിക്കലും വരുന്നതേയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ നോളജും ലഭിച്ചു. നിങ്ങളും ഡ്രാമയിലെ ആക്ടേഴ്സാണല്ലോ. ഡ്രാമയിലെ ആക്ടേഴ്സിന് സർവരുടെയും ആക്ട് തീർച്ചയായും അറിയാമായിരിക്കേണ്ടതാണ് എന്തെല്ലാം പാർട്ടാണുള്ളത് എന്ന്. അതാണ് ചെറിയ പരിധിയുള്ള പാർട്ട് അഥവാ ഡ്രാമ. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നിങ്ങളും കണ്ടിട്ട് വരുന്നു. വേണമെങ്കിൽ എഴുതുകയും ചെയ്യാം, ഓർമ്മിക്കുവാനും സാധിക്കും. ചെറുതാണ്. ഇതാണെങ്കിൽ വളരെ വലിയ പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇതിനെ നിങ്ങൾ സത്യയുഗം മുതൽ കലിയുഗ അന്തിമം വരെ അറിയുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമുക്ക് പരിധിയില്ലാത്ത പിതാവിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. പിന്നെ പരിധിയുള്ള പിതാവിൽ നിന്നും പരിധിയുള്ള സമ്പത്തും പരിധിയുള്ള പ്രോപ്പർട്ടിയും ലഭിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിരുന്നു, ആരാണോ രാജാക്കന്മാർ ആകുന്നത് അവർ കഴിഞ്ഞ ജന്മത്തിൽ ദാനപുണ്യവും മറ്റും ചെയ്യുന്നതിലൂടെ ഒരു ജന്മത്തേക്ക് രാജാവാകുന്നു. അവർ അടുത്ത ജന്മത്തിലും ആകും എന്നല്ല. നിങ്ങൾ സത്യയുഗത്തിൽ രാജാക്കന്മാരും മഹാരാജാക്കന്മാരും ആയിരുന്നു. നിങ്ങളുടെ രാജധാനി അപ്രത്യക്ഷമാകുന്നു എന്ന് മനസ്സിലാക്കരുത്. പിന്നീട് എപ്പോഴാണോ ഭക്തിമാർഗം ഉണ്ടാകുന്നത്, അപ്പോൾ അവർ കൂടുതൽ ദാനപുണ്യം ചെയ്യുന്നു. അവരും രാജപദത്തിലേക്ക് പോകുന്നു. എന്നാൽ അത് വികാരി രാജാക്കന്മാരായി.
നിങ്ങൾ തന്നെയാണ് പൂജ്യരായിരുന്നത്, പിന്നീട് പൂജാരിയായിരിക്കുന്നു. അതാകട്ടെ അല്പകാലത്തെ സുഖമാണ്. ദുഃഖം കേവലം ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തമോ പ്രധാനത്തിൽ നിങ്ങൾക്ക് സുഖമുണ്ട്. യാതൊരു അടിവഴക്കുകളുടെയും കാര്യമില്ല. ഇതാണെങ്കിൽ പിന്നീടാണ് നടക്കുന്നത്. എപ്പോഴാണോ ലക്ഷങ്ങളുടെ ജനസംഖ്യ ആകുന്നത്, അപ്പോൾ ദുഃഖവും മറ്റും ആരംഭിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ സത്യയുഗത്തിലും ത്രേതായിലും ദ്വാപരത്തിലും സുഖമാണ്. എപ്പോഴാണോ തമോ പ്രധാനം ആരംഭിക്കുന്നത്, അപ്പോൾ അല്പം ദുഃഖമുണ്ടാകുന്നു. ഇപ്പോഴാണെങ്കിൽ തമോ പ്രധാനം തന്നെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് തമോ പ്രധാന ലോകം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇതിൽ നിന്നും ആർക്കും മോചിതമാകാൻ സാധിക്കില്ല. മനുഷ്യർ എപ്പോഴാണോ ദുഃഖത്തിൽ വിവശരാകുന്നത്, അപ്പോൾ പറയുന്നു, ഭഗവാൻ ഇങ്ങനെയുള്ള കളി എന്തിനു രചിച്ചു? അഥവാ ഭഗവാൻ രചിച്ചില്ലായിരുന്നു എങ്കിൽ ലോകമേ ഉണ്ടായിരിക്കുമായിരുന്നില്ല, ഒന്നും നടക്കുമായിരുന്നില്ല. രചയിതാവും രചനയുമുണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിലുമുണ്ട്. സത്യയുഗം മുതൽ കലിയുഗ അന്തിമം വരെ ബാക്കി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങളും പ്രാക്ടിക്കലിൽ കാണും. മുൻകൂട്ടി കാണിച്ചു തരില്ല. 5000 വർഷത്തിൻ്റെ ബാക്കി അല്പം ചക്രമേ ഉള്ളൂ. അതിപ്പോൾ കാണിച്ചു തരില്ല. എപ്പോൾ നടക്കുമോ അപ്പോൾ അതിനെ സാക്ഷിയായി കാണും. എന്ത് നടക്കണമോ അത് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ നടക്കും. തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് കാണുന്നുണ്ട്. വിനാശം തീർച്ചയായും ഉണ്ടാകും. എല്ലാത്തിൻ്റെയും തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഡ്രാമയിൽ മുൻകൂട്ടി തന്നെ അടങ്ങിയിട്ടുണ്ട്. വിനാശം തീർച്ചയായും സംഭവിക്കും. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളുടെ ആത്മാവ് തമോ പ്രധാനമായിരിക്കുന്നു. അതിനെയും ഇവിടെ സദോ പ്രധാനം ആക്കണം. ഇത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ ഗുപ്തമായി വരുന്നു. ഗുപ്തമായി തന്നെ നിങ്ങൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ആരും അറിയുന്നില്ല. ഗുപ്തമായ രീതിയിൽ നിങ്ങൾ വിശ്വത്തിൻ്റെ രാജ്യം നേടുന്നു. യാതൊരു ശബ്ദവുമില്ല. തികച്ചും ഗുപ്തദാനം എന്ന് പറയുന്നുവല്ലോ. ബാബ വന്ന് കുട്ടികൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഗുപ്തദാനം നൽകുന്നു. ബാബയും എത്ര ഗുപ്തമാണ്, ആരും അറിയുന്നില്ല. ഇവരെല്ലാം എവിടെ പോകുന്നു? ബ്രഹ്മകുമാർ കുമാരിമാർ എന്താണ് ചെയ്യുന്നത്? ഒന്നും മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം ബാബ എത്ര ഗുപ്തമാണ്. കുട്ടികളായി നിങ്ങളെ ഗുപ്തമായി വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. യുദ്ധവുമില്ല, വെടിക്കോപ്പുമില്ല, ചിലവുമില്ല. ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ ഗ്രാമം എടുക്കുന്നതിൽ പോലും എത്ര വഴക്കുകളും ലഹളയും നടക്കുന്നു. ബാബ വന്ന് ഗുപ്തമായി ദാനം നൽകുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ സഞ്ചി നിറയ്ക്കുന്നു. സഞ്ചി നിറച്ചു തരൂ ശിവഭോല ഭണ്ഡാരി എന്ന് പറയുന്നുവല്ലോ. നിങ്ങൾക്കറിയാം, ശിവബാബ അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നമ്മുടെ സഞ്ചി നിറച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരോ രത്നവും ലക്ഷങ്ങളുടെ മൂല്യമുള്ളവയാണ്. നിങ്ങൾ എത്ര രത്നങ്ങൾ നൽകുന്നു? പിന്നെ നിങ്ങൾ എത്ര ദാനിയാകുന്നു? അതും ഗുപ്തമാണ്. ദേവതമാർക്ക് എത്ര ആയുധങ്ങളും കൈകളുമാണ് നൽകിയിരിക്കുന്നത്? വാസ്തവത്തിൽ ഒന്നും തന്നെയില്ല. സത്യയുഗത്തിൽ ദേവതമാർക്ക് ഇത്രയും കൈകളൊന്നുമില്ല. കലിയുഗത്തിൽ എത്ര അനേകം പ്രകാരത്തിലുള്ള ആയുധങ്ങൾ നൽകിയിരിക്കുകയാണ്. വിനാശത്തിനു വേണ്ടി ബോംബുകളുണ്ട്. പിന്നെ വാളും അമ്പും എന്തു ചെയ്യുവാനാണ്? നിങ്ങൾ പറയുന്നു ജ്ഞാനം വാളാണ്. ജ്ഞാനമാകുന്ന വാളിനെ അവർ ആയുധമായി മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഗുപ്തദാനം ലഭിക്കുന്നു. നിങ്ങൾ പിന്നെ എല്ലാവർക്കും ഗുപ്തമായി ദാനം നൽകുന്നു. നിങ്ങൾക്കറിയാം, ബാബ നമുക്ക് ശ്രീമത് നൽകിക്കൊണ്ടിരിക്കുന്നു. ശ്രീമത് ഭഗവാന്റേത് തന്നെയാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ വരുന്നത് നരനിൽ നിന്നും നാരായണൻ ആകുവാനാണ്. നാരായണനെ സർവഗുണ സമ്പന്നം, 16 കലാ സമ്പൂർണം,
ദൈവിക ഗുണധാരി എന്ന് പറയുന്നു. ദൈവിക ഗുണം ആ ദേവീ ദേവന്മാരിലാണ് ഉള്ളത്. പിന്നെ കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമ്പൂർണ്ണ ചന്ദ്രന്റെ പ്രകാശം നല്ല രീതിയിൽ ഉണ്ടായിരിക്കും, പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞു കുറഞ്ഞ് ബാക്കി പൂർണ്ണമായും നേർത്ത രേഖ അവശേഷിക്കുന്നു. മുഴുവൻ അപ്രത്യക്ഷമാകുന്നില്ല. രേഖ തീർച്ചയായും ഉണ്ടായിരിക്കും. അതിനെ അമാവാസി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങളുടേത് പരിധിയില്ലാത്ത കാര്യമാണ്. നിങ്ങൾ 16 കല സമ്പൂർണമാകുന്നു. കൃഷ്ണന്റെ വായിൽ മാതാക്കൾ ചന്ദ്രനെ കണ്ടതായി കാണിക്കുന്നു. ഇത് സാക്ഷാത്കാരത്തിന്റെ കാര്യങ്ങളാണ്. ഇതിന്റെ അറിവ് ബാബ ഇരുന്ന് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സമ്പൂർണം ആകേണ്ടതുണ്ട്. മായയുടെ സമ്പൂർണ്ണ ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. ബാക്കി രേഖയാണ് അവശേഷിക്കുന്നത്. പടി ഇറങ്ങി വന്നു. എല്ലാവർക്കും പടി ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ തന്നെയാണ് പിന്നെ എല്ലാവരും തിരിച്ചു പോകേണ്ടി വരുന്നത്. നിങ്ങൾ ഇപ്പോൾ കുറച്ചു പേരേ ഉള്ളൂ. പതുക്കെ പതുക്കെ വർധനമുണ്ടാകും. പഠനത്തിൽ വളരെ പേർ പാസ്സാകുന്നില്ല. നിങ്ങളുടെ സെന്റേഴ്സും പതുക്കെ പതുക്കെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സമയം സമീപത്ത് വന്നുകൊണ്ടിരിക്കും. പിന്നെ മനസ്സിലാക്കും ഇവരിൽ എന്താണുള്ളത് എന്ന്. ദിനം പ്രതിദിനം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഇതെവിടം വരെ പോകുമെന്ന്, ഇല്ലാതായി പോകും എന്ന് ഇപ്പോൾ പറയുന്നു. തുടക്കത്തിൽ ഈ ഭയം കാരണം വളരെ പേർ ഓടിപ്പോയി. എന്തുണ്ടാകും എന്നറിയില്ല എന്ന്. ഇവിടുത്തേതുമല്ല അവിടുത്തേതുമായിരിക്കില്ല. ഇതിനേക്കാൾ ഓടിപ്പോകുന്നതാണ് നല്ലത്. ഓടിപ്പോയി പിന്നെ അതിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ബാബ എത്ര സഹജമായ രീതിയിൽ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ അബലകൾക്കും അഹല്യമാർക്കും ഒരു പ്രയാസവും നൽകുന്നില്ല. ഇവരുടെയും ഉദ്ധാരണം നടക്കേണ്ടതുണ്ട്. പറയുന്നു ബാബ, നമ്മൾ പഠിത്തമില്ലാത്തവരാണ്. ബാബ പറയുന്നു, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ വളരെ നല്ലത്. ശാസ്ത്രങ്ങൾ തുടങ്ങിയവ എന്തെല്ലാം പഠിച്ചുവോ അതെല്ലാം മറന്നു വയ്ക്കൂ. ഞാൻ കൂടുതലായി ഒന്നും പഠിപ്പിക്കുന്നില്ല. കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ പിന്നെ ചക്രവർത്തി പദം നിങ്ങളുടേതാണ്. ഇത്രമാത്രം. നിങ്ങളുടെ തോണി മറുതീരത്തെത്തും. കുട്ടി ജനിച്ചു, ബാബ എന്ന് പറയും. ഇത്ര തന്നെ. സമ്പത്തിന്റെ അവകാശിയാകുന്നു. ഇവിടെയും നിങ്ങൾ അവകാശിയായി മാറുന്നു. ബാബ് ദാദയെ ഓർമ്മിച്ചു. രാജധാനി നിങ്ങളുടേതായി. അതിനാലാണ് സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടപ്പെട്ടിട്ടുള്ളത്. ധനികരുടേത് തന്നെയാണ് പിന്നീടുള്ള പാർട്ട്. ആദ്യം ദരിദ്രരുടെ ഊഴമാണ്. നിങ്ങളുടെ അടുക്കൽ സ്വയമേ വന്നു ചേരും. ദളിതരുടെയും ഉദ്ധാരണം ഉണ്ടാകേണ്ടതുണ്ട്. കാട്ടുജാതിയുടെയും മഹിമയുണ്ട്. കാട്ടുജാതിക്കാരി നൽകിയ കാട്ടുപഴം രാമൻ കഴിച്ചതായി പറയുന്നു. വാസ്തവത്തിൽ രാമനുമല്ല ശിവബാബയുമല്ല, ഈ ബ്രഹ്മാവിന് കഴിക്കേണ്ടി വന്നേക്കാം. കാട്ടുജാതിക്കാരിയും മറ്റും വരും. ടോളിയും മറ്റും കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ നിരസിക്കാൻ കഴിയും? കാട്ടുജാതിക്കാരും ഗണികമാരും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളും കഴിക്കും. ശിവബാബ പറയുന്നു, ഞാൻ കഴിക്കുകയില്ല. ഞാൻ അഭോക്താവാണ്. നിങ്ങളുടെ അടുക്കൽ എല്ലാവരും വരും. ഇവരെ ഉയർത്തുവാൻ ഗവൺമെന്റും സഹായിക്കും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പ്രേരണയുണ്ടാകും. ബാബ ദരിദ്രരുടെ നാഥനാണ്. അപ്പോൾ നമ്മളും ദരിദ്രർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ. കാട്ടുജാതിക്കാരും വരും. ഇത്രയും വലിയ വൃക്ഷമാണ്. ഇതിൽ ഒരാൾ പോലും ദേവീ ദേവതാ ധർമ്മത്തിൻ്റെതായി അവശേഷിക്കുന്നില്ല. എല്ലാവരും ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോയി. ഇപ്പോൾ ബാബു പറയുന്നു, ആരാണോ ഭക്തി ചെയ്യുന്നവർ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു തൈ എങ്ങനെയാണ് നടുന്നത്, ബ്രാഹ്മണർ എങ്ങനെയാണ് ആകുന്നത്. ആരാണോ സൂര്യവംശി ചന്ദ്രവംശി ദേവതയാകുന്നുണ്ടാകുമോ അവർ തന്നെ വന്നുകൊണ്ടിരിക്കും. ഒരു തവണയെങ്കിലും കേട്ടുവെങ്കിൽ സ്വർഗത്തിൽ തീർച്ചയായും വരും. ബാബ കാശി കൽവർട്ടിൻ്റെയും ഉദാഹരണം കേൾപ്പിച്ചു. ശിവനിൽ പോയി ബലി അർപ്പിക്കുമായിരുന്നു. അവർക്കും എന്തെങ്കിലുമൊക്കെ ലഭിക്കേണ്ടതാണ്. നിങ്ങളും ബലി അർപ്പിക്കുന്നു.
പുരുഷാർത്ഥം ചെയ്യുന്നു രാജപദവിക്ക് വേണ്ടി. ഭക്തിമാർഗത്തിൽ രാജപദവി ഉണ്ടായിരിക്കുന്നില്ല. തിരികെ ആർക്കും തന്നെ പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ എന്ത് പാപം ചെയ്തിട്ടുണ്ടാകുമോ അതിനുള്ള ശിക്ഷ അനുഭവിച്ചു തീർക്കുന്നു. വീണ്ടും പുതിയതായി ജന്മമുണ്ടാകുന്നു. പുതിയതായി പാപം തുടങ്ങുന്നു. ബാക്കി എല്ലാവർക്കും വസിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. നമ്പർ 1-ൽ നിങ്ങൾ തന്നെയാണുള്ളത്. നിങ്ങൾ തന്നെയാണ് 84 ജന്മം എടുക്കുന്നത്. എല്ലാവർക്കും സതോ രജോ തമോയിലേക്ക് വരേണ്ടതുണ്ട്. ബാബ പറയുന്നു, ഈ സമയം മുഴുവൻ മനുഷ്യ സൃഷ്ടിയുടെയും വൃക്ഷം ജീർണിച്ചു പോയി. മനുഷ്യരാണെങ്കിൽ തീർത്തും ഘോര അന്ധകാരത്തിൽ കുംഭകർണന്റെ നിദ്രയിൽ ഉറങ്ങുകയാണ്. ഒരു കുംഭകർണനല്ല, അനേകമുണ്ട്. നിങ്ങൾ എത്ര തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്താലും കേൾക്കുന്നതേയില്ല. ആർക്ക് പാർട്ടുണ്ടോ അവർ പുരുഷാർത്ഥം ചെയ്യുന്നു. അവർ തന്നെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ കയറുന്നു. സിംഹാസനസ്ഥിരം അവർ തന്നെയാണ് ആകുന്നത്. എത്ര പെൺകുട്ടികൾ ചോദിക്കുന്നു, ബാബ കുട്ടികളെ ശകാരിക്കേണ്ടി വരുന്നു. ബാബ പറയുന്നു, അത് അത്ര വലിയ കാര്യമല്ല. നിങ്ങൾ വിളിക്കുന്നു, പതീതരായ നമ്മളെ പാവനമാക്കൂ. ബാബയും പറയുന്നു, കാമം മഹാശത്രുവാണ്, ക്രോധം ശത്രുവാണ് എന്നല്ല പറയുന്നത്. മാതാക്കളിൽ ഇത്രത്തോളമില്ല. പുരുഷന്മാർ വളരെയധികം അടികൂടുന്നു. ഇപ്പോൾ ബാബ മാതാക്കളായ നിങ്ങളെ മുന്നിൽ വച്ചിരിക്കുന്നു. വന്ദേ മാതരം. അല്ലെങ്കിൽ മാതാക്കളോട് പറയുന്നു, പതി നിങ്ങളുടെ ഗുരുവും ഈശ്വരനുമാണ്, അയാളുടെ മതമനുസരിച്ച് നടക്കണം എന്ന്. വസ്ത്രത്തിൻ്റെ അഗ്രം ബന്ധിച്ചു, പിന്നെ ഒറ്റയടിക്ക് പതീതമായി. ഇത് അവർക്ക് ഈശ്വരനെ ലഭിച്ചതാണോ? ഇപ്പോൾ രാമരാജ്യം സ്ഥാപിതമാകുന്നു. ബാക്കി എല്ലാവരും മരിച്ചു പോകും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, വിനാശകാലേ വിപരീത ബുദ്ധി, വിനാശകാലേ പ്രീത ബുദ്ധി. നിങ്ങളുടേത് പരംപിത പരമാത്മാവിനോട് പ്രീതബുദ്ധിയാണ്. നിങ്ങളുടെ ആത്മാവ് അറിയുന്നുണ്ട്, ശിവബാബ ഇദ്ദേഹത്തിൽ വരുന്നു, ഇദ്ദേഹത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും ചെറിയ ബിന്ദുവാണ്. ഇത് ശിവബാബയുടെ ടെമ്പററി രഥമാണ്. ഇദ്ദേഹത്തിലൂടെ ഈ രുദ്രജ്ഞാന യജ്ഞം രചിച്ചിരിക്കുന്നു. അത് വലുതായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. കുട്ടികളുടെയും പല തുള്ളി പെരുവെള്ളം ആയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ തൻ്റേത് സഫലമാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അറിയുന്നുണ്ട്, ഇതെല്ലാം മണ്ണിനോട് ചേരാൻ പോകുന്നവയാണ്. ഒന്നും തന്നെ അവശേഷിക്കില്ല. ഇത്രയെങ്കിലും സഫലമാകട്ടെ. കുചേലൻ്റെയും ഉദാഹരണമുണ്ടല്ലോ. പെൺകുട്ടികൾ ബാബയുടെ അടുക്കൽ ഒരു പിടി അരി അഥവാ 6-8 രൂപ അയച്ചു കൊടുക്കുന്നു. ആഹാ കുട്ടി, ബാബ ദരിദ്രരുടെ നാഥനാണല്ലോ. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. വീണ്ടും സംഭവിക്കും. ബന്ധനസ്ഥരാണ്. ബാബ പറയുന്നു, ഭാഗ്യശാലികളാണ്. ശിവബാബയുടെ കൈ ലഭിച്ചുവല്ലോ. എല്ലാ ആര്യ സമാജികളും മറ്റും വന്നു ചേരുന്ന ഒരു ദിവസം വരും. എവിടെ പോകുവാനാണ്? മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും കട ഒന്നേ ഉള്ളൂ. ശിക്ഷകൾ അനുഭവിച്ച് സർവർക്കും മുക്തിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇത് വിധി നിർണയത്തിൻ്റെ സമയമാണ്. എല്ലാവരും തിരികെ പോകും. ഇതാണ് വരൻ്റെ ഘോഷയാത്ര. ഘോഷയാത്ര എങ്ങനെ പോകും? അതിൻ്റെയും സാക്ഷാത്കാരമുണ്ടാകും. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കാണുവാൻ സാധിക്കില്ല. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയിലൂടെ ജ്ഞാനത്തിൻ്റെ ഏതൊരു ഗുപ്തദാനമാണോ ലഭിച്ചത് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി തൻ്റെ സഞ്ചി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറയ്ക്കണം. സർവർക്കും ഗുപ്തദാനം നൽകിക്കൊണ്ടിരിക്കണം. ഈ വിധി നിർണയത്തിൻ്റെ സമയത്ത് തിരികെ പോകണം എന്നിരിക്കെ തൻ്റെ സർവ്വതും സഫലമാക്കണം. പ്രീതബുദ്ധിയാകണം. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. വരദാനം: സത്യതയുടെ ശക്തിയിലൂടെ
പ്രകൃതിയെയും വിശ്വത്തെയും സതോപ്രധാനമാക്കുന്ന മാസ്റ്റർ വിധി വിധാതാവായി ഭവിക്കട്ടെ. എപ്പോഴാണോ കുട്ടികളായ താങ്കൾ സത്യതയുടെ ശക്തിയെ ധാരണ ചെയ്ത് മാസ്റ്റർ വിധി വിധാതാവാകുന്നത്, അപ്പോൾ പ്രകൃതി സതോപ്രധാനമായി മാറുന്നു, യുഗം സത്യയുഗമായി മാറുന്നു, സർവ ആത്മാക്കളും സദ്ഗതിയുടെ ഭാഗ്യമുണ്ടാക്കുന്നു. താങ്കളുടെ സത്യത പാരസ്, അതായത് സ്പർശമണിക്ക് സമാനമാണ്. ഏതുപോലെ പാരസ് ഇരുമ്പിനെയും പവിഴമാക്കി മാറ്റുന്നു, അതേപോലെ സത്യതയുടെ ശക്തി ആത്മാവിനെയും പ്രകൃതിയെയും സമയത്തെയും സർവ സാമഗ്രികളെയും സർവ സംബന്ധങ്ങളെയും സംസ്കാരങ്ങളെയും ആഹാര വ്യവഹാരങ്ങളെയും സതോപ്രധാനമാക്കി മാറ്റുന്നു. സ്ലോഗൻ: ആരെയാണോ പ്രകൃതിയുടെ ചഞ്ചലത പോലും ആകർഷിക്കാത്തത്, അവരാണ് യോഗി ആത്മാക്കൾ. ഓം ശാന്തി. ബാബ 5000 വർഷത്തിൻ്റെ ഡ്രാമയുടെ വിസ്താരത്തെ സാരരൂപത്തിൽ നൽകി എന്നെ സ്വദർശന ചക്രധാരിയാക്കി. ഈ സർവശ്രേഷ്ഠ സ്വമാനത്തിൽ ഞാൻ സ്ഥിതി ചെയ്യും. മുഴുവൻ ചക്രത്തിലെ വിഭിന്ന പാർട്ടുകളുടെ അറിവ് ബാബ നൽകിയത് ഞാൻ ദിവ്യബുദ്ധിയിലൂടെ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. സൃഷ്ടിയുടെ ആദിയിലെ സ്വർണിമ ദൃശ്യങ്ങൾ ആ സമയം, ആ രാജ്യം എൻ്റെ ദേവസ്വരൂപം, സർവസമ്പന്ന ജീവിതം ഞാൻ കാണും. ആ ദേവസ്വരൂപ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പിന്നെ പകുതി കൽപ്പം എൻ്റെ പൂജനീയ ദേവസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ, അതിൻ്റെ സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിയുടെ അന്തിമ കാലമായ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ എന്നെ പ്രഭു പരിവാരത്തിലേതാക്കി. എന്നെ മാസ്റ്റർ നോളജ്ഫുള്ളാക്കി. സ്വരാജ്യത്തിൻ്റെ തിലകമണിയിച്ചു. വിശ്വമംഗളത്തിൻ്റെ കിരീടധാരിയാക്കി. യോഗി ഭവ പവിത്ര ഭവ എന്ന പ്രഭു വരദാനത്തിലൂടെ എന്നെ സർവ ഈശ്വരീയ പ്രാപ്തികൾക്കും യോഗ്യമാക്കി. എൻ്റെ സങ്കല്പത്തിലും ദൃഷ്ടിയിലും വാക്കിലും ദിവ്യത ധാരണ ചെയ്ത് എനിക്ക് വർത്തമാന ബ്രാഹ്മണ ജീവിതത്തിൽ നിന്നും എൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയായ ഫരിഷ്ത അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതുണ്ട്.
എൻ്റെ സമ്പൂർണ്ണ പരിസ്ഥിതി പ്രാപ്തമാക്കിയ ശേഷം എൻ്റെ നിജധാമമായ നിരാകാരി ലോകത്തിൽ നിരാകാര അവസ്ഥയിൽ ഈ കൽപ്പാന്ത്യത്തിൽ എനിക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. കാലത്തിൻ്റെ ഗതി അനുസരിച്ച് വീണ്ടും സ്വർണിമ ലോകത്തിൻ്റെ പുനഃസൃഷ്ടി ഉണ്ടാകുന്ന ദിവ്യവേളയിൽ ദേവതാ സ്വരൂപത്തിൽ ഞാൻ വീണ്ടും ഈ സൃഷ്ടിയിലേക്ക് ദേവശരീരത്തിൽ അവതരിക്കുന്നു. ഈ സ്വദർശനത്തിൻ്റെ അനുഭവം എന്നെ അനേകം പരിധിയുള്ള ചക്രത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. എന്നെ വിഘ്നമുക്തമാക്കുന്നു. ആത്മോന്നതിക്ക് ഹിതകരമല്ലാത്ത സംസ്കാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നു. ഞാൻ പ്രസന്ന ചിത്തവും സർവപ്രാപ്തികളുടെയും അധികാരിയുമായി മാറുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എൻ്റെ അലൗകിക പിതാവിൻ്റെയും പാരലൗകിക പിതാവിൻ്റെയും ശ്രേഷ്ഠ പാലന എന്നെ എൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. प्रभु की